ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് ആവർത്തിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 6 സെന്ററിലാണ് സമയക്രമത്തിന്റെ പരാതി ഉയർന്നത്. 44 പേർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതോടെ മുഴുവൻ മാർക്കും കിട്ടി. പരീക്ഷയുടെ വിശ്വാസ്യത ഉറപ്പാക്കിയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതെന്നും NTA ചെയർമാൻ സുബോധ് കുമാർ സിംഗ് പറഞ്ഞു. After the exam, we declared the result on 4th of June, and the detailed press release was also issued. And after that, there were some concerns of the candidates, and then we again clarified through a press note on 6th June. So the details were shared by the NTA. NTA is a very transparent organization, and every year when we ask the challenges, and then the questions are like, because of ambiguity, the answer key when finalized, so there are changes. So on that basis, 44 candidates have got marks from 715 to 720, and the number of toppers like 17 plus 44. അർജുൻ പീതാംബരനുണ്ട്. അർജുൻ, ചോദ്യപേപ്പർ ചോർന്നത് തുടങ്ങിയ ആരോപണങ്ങൾ ശക്തിപ്പെടുന്ന സമയത്താണ് ഇപ്പോൾ NTA ചെയർമാൻ വിശദീകരണം നൽകുന്നത്, ന്യായീകരിക്കുന്നത്. എന്തൊക്കെ സാഹചര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു പരീക്ഷയുമായി ബന്ധപ്പെട്ട? ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും NTA ചെയർമാൻ നിഷേധിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പരീക്ഷ എഴുതിയതിൽ 63 വിദ്യാർത്ഥികൾക്കും മുഴുവൻ മാർക്കും 720 മാർക്കും ലഭിച്ചതിന് പിന്നാലെയാണ് ഈ നീറ്റ് പരീക്ഷയിലെ വിവാദം ആരംഭിക്കുന്നത്. ഈ 720 മാർക്ക് എന്നുള്ളത് എങ്ങനെ ലഭിച്ചു എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. മാത്രമല്ല, സമയപരിധി, പരീക്ഷയ്ക്ക് പൂർണ്ണമായിട്ടും സമയം ലഭിച്ചില്ല. 3.5 മണിക്കൂറാണ് ഈ പരീക്ഷയുടെ സമയം. പക്ഷേ അത് പൂർണ്ണമായിട്ടും ലഭിച്ചില്ല എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി കുറച്ച് ഹർജികൾ ചണ്ഡീഗഡ് ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ 1600 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകി എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ NTA ചെയർമാൻ അറിയിച്ചിരിക്കുകയാണ്. ഈ ഗ്രേസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ 44 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും 720 മാർക്കും ലഭിച്ചിരിക്കുന്നു. മാത്രമല്ല, കുറച്ച് വിദ്യാർത്ഥികൾക്ക് 718, 719 എന്നുള്ള മാർക്കുകൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 63 എന്ന് പറയുന്നത് വലിയൊരു സംഖ്യയിലേക്ക്, ഒന്നാം റാങ്ക് അല്ലെങ്കിൽ മുഴുവൻ മാർക്കും ലഭിച്ച ഒരു സാഹചര്യം, വിദ്യാർത്ഥികൾക്ക് ലഭിച്ചൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും അപാകതകൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടെങ്കിൽ അത് പുതിയൊരു സമിതി പരിശോധിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഒരു മുൻ UPSC അധ്യക്ഷനാണ് ഈ സമിതിയുടെ തലപ്പത്തുണ്ടാവുക. അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി NTA ചെയർപേഴ്സൺ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്നു. പിന്നീട് ഈ സമിതിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പറഞ്ഞിരുന്ന നേരത്തെ ആവശ്യപ്പെട്ടിരുന്ന CBI അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളാണല്ലോ. മാത്രമല്ല, പരീക്ഷ നടത്തണം, മൂല്യനിർണ്ണയം ഒക്കെ സുതാര്യമായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ആവശ്യം. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കാട്ടിയിരുന്നോ? അതിനൊക്കെ NTA ചെയർമാന്റെ ഈ സമിതിയിൽ ഒതുങ്ങിയ ഒരു അന്വേഷണം അതാണ് തൃപ്തികരമെന്നാണോ മാത്രമാണോ പറയുന്നത്? നിലവിൽ നടത്തിയൊരു അന്വേഷണമാണ് അത് തൃപ്തികരമാണ്, അല്ലെങ്കിൽ നിലവിൽ വന്ന ഹർജികൾ പരിശോധിച്ച് ഈ 1600 വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന അടക്കമുള്ള കാര്യം, കൂടുതൽ പരാതികൾ ഉണ്ടെങ്കിൽ അതടക്കം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ സമിതി രൂപീകരിച്ചിരിക്കുന്നു. നിലവിൽ 4 അംഗ സമിതി. അതിന്റെ തലപ്പത്തേക്ക് എത്തുന്നത് ഒരു മുൻ UPSC അധ്യക്ഷൻ കൂടിയാണ്. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി റീ എക്സാം വേണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എന്തായാലും ഇപ്പോൾ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും കാര്യങ്ങൾ. മാത്രമല്ല, ഹരിയാനയിലെ 6 സെന്ററുകൾ, ഈ 6 സെന്ററുകളിലെ 1600 വിദ്യാർത്ഥികൾക്കാണ് ഗ്രേസ് മാർക്ക് നൽകിയിരിക്കുന്നത്. ഹരിയാനയിൽ തന്നെ ഒരു സെന്ററിലെ 6 വിദ്യാർത്ഥികൾക്കും 720 മാർക്ക് മുഴുവൻ മാർക്ക് ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ അടക്കം അപാകതകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നുള്ള കാര്യം കോൺഗ്രസ് അടക്കം ആരോപിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു മുൻ UPSC അധ്യക്ഷൻ, UPSC ചെയർമാന്റെ മേൽനോട്ടത്തിൽ ഒരു സമിതി രൂപീകരിക്കുന്നു. ആ സമിതി പരാതികൾ വീണ്ടും പരിശോധിക്കും. പിന്നീട് ആവശ്യമെങ്കിൽ റീ എക്സാം ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിരുന്നു. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഈ സമിതിയുടെ റിപ്പോർട്ടിലാണ് വിവരങ്ങൾ നൽകിയത്. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ല എന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നത്.